നല്ല ചൂടെന്ന് തന്നെ പിടുത്തം വിട്ട ചൂടാണ്. ഇന്നലെ കറണ്ട് പോയിട്ടോ, അയ്യോ തോട്ട് മുന്നോട്ട് ഇറങ്ങി നടക്കരുത്. ചൂട് സഹിക്കാൻ പറ്റില്ല. ഭയങ്കര കൂടുതൽ, ഇതുവരെ ഇല്ലാത്ത ചൂടല്ലേ ഇപ്പോൾ ഉള്ളത്. ദേശത്തിന്റെ പൂർണ്ണമായിട്ട് കുറ്റാൻ പറയാൻ പറ്റില്ല. പന്ത്രണ്ടരക്ക് ഇങ്ങനെയുള്ള കട്ടും പോകുന്നുണ്ട്. ഇപ്പോൾ കടന്നുറങ്ങാനും കുറെ ബുദ്ധിമുട്ടാണ്. രാത്രി ചെറിയ കുട്ടികളിലുണ്ടായാലും വളരെ പ്രയാസമാണ്. കേരളത്തിലെ ചൂടിന്റെ കാര്യം പറയാതിരിക്കുന്നതാവും നല്ലത്. കാരണം ഓരോ ദിവസവും ചുട്ടുപൊള്ളുകയാണ്. ഇതിനിടയിലാണെങ്കിലോ മുന്നറിയിപ്പില്ലാതെ വൈദ്യുതി മുടങ്ങുന്നു. ഈ സാഹചര്യത്തിൽ KCB നമുക്ക് കുറ്റപ്പെടുത്താനാവുമോ? കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാം. എടാ, കേരളത്തിൽ ചൂട് എങ്ങനെയുണ്ട്? നല്ല ചൂടാണ്. നല്ല ചൂടെന്ന് തന്നെ പിടുത്തം വിട്ട ചൂടാണ്. 27, 30, 32 കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്നത് 50 മുകളിൽ കിടക്കുന്നത്. അങ്ങനെ പ്രശ്നം അതിലുണ്ട്. ശരി, സൂര്യാഘാതം പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് വലിയ പ്രശ്നം തന്നെയാണ്. അതിനിടയിൽ ഇടക്കിടക്ക് ഒരു പവർ കട്ട് വല്ലാത്ത വിഷയം. രാത്രി ഒരു 10 മണിക്ക് പോയാൽ 11 മണിക്ക് വരും, 12, 1 മണിക്ക് പോയാൽ 2 മണിക്ക് വരും. അത് പവർ കട്ടില്ല എന്ന് പറഞ്ഞിട്ടും ചില സമയങ്ങൾ പവർ കട്ടുണ്ടതാണ്. അപ്പൊ ഈ ഒരു പവർ കട്ട് വരുന്ന സാഹചര്യത്തിൽ KCB നമുക്ക് കുറ്റം പറയാൻ പറ്റും, എന്ത് തോന്നുന്നു? KCB കുറ്റം പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാവും. കാരണം നമ്മളിപ്പോൾ 72% കറണ്ട് പുറത്തെടുക്കുന്നവരാണ്. കേരളത്തിൽ ഉത്പാദിപ്പിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷേ അത് ഒരു ഗവൺമെന്റ് ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി 75% മൈസൂരിൽ മറ്റോ ആണ് കറണ്ട് എടുക്കുന്നത്. അത് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് പറയേണ്ടി വരും. അത് അത്രത്തോളം വിശദീകരിച്ച് പറയാൻ നിങ്ങൾ ഈ ചാനലിന് ചെറിയ സമയം കൊണ്ട് പറ്റില്ല. ചൂട് എങ്ങനെയുണ്ട്? ചൂട് ഭയങ്കര ചൂടല്ലേ. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ചൂട് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലേക്കുണ്ട്. മൊത്തത്തിൽ എല്ലാത്തിലും, എല്ലാ വർക്കിലും, ഷോപ്പിലും, എല്ലാം അവിടെ എല്ലാത്തിലും ഭയങ്കര ചൂടാണ്. ഇപ്പം ഇടക്കിടക്ക് വൈദ്യുതി കട്ടാവുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്ത് തോന്നുന്നു? ബുദ്ധിമുട്ട്? വൈദ്യുതി കട്ടാവുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. വീട്ടിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, പിന്നെ ഷോപ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല, വർക്കൊന്നും നടക്കുന്നില്ല, പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇടക്കിടക്ക് വൈദ്യുതി മുടങ്ങുന്നതിൽ KCBയെ കുറ്റം പറയാൻ പറ്റുമോ, എന്ത് തോന്നുന്നു? KCBനെ കുറ്റം പറയാൻ കാരണം ഡാമിലെല്ലാം വെള്ളം പറ്റിയെന്നുള്ള ഒരു റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ഇവരൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാം നോക്കണമല്ലോ. കേരളത്തിൽ ചൂട് എങ്ങനെയുണ്ട്? മോശമില്ലാത്ത ചൂടാണ് ഇപ്പോൾ ഉള്ളത്. കണ്ണൂർ ജില്ലയിൽ കുറച്ച് കൂടുതൽ. പുറത്തിറങ്ങാനൊക്കെ പറ്റുന്നുണ്ടോ? നടക്കവില്ല. ഇന്ന് ഞാൻ പള്ളിയായതുകൊണ്ട് ജോലിയില്ല, നമുക്ക് ഇങ്ങനെ പുറത്തിറങ്ങുന്നു. അതിനിടയിൽ നല്ല രീതിയിൽ ഒരു പവർ കട്ട് വരുന്നുണ്ടല്ലോ രാത്രി കാലങ്ങളിൽ. ആ ഒരു ബുദ്ധിമുട്ട് എങ്ങനെ? അതും പുറത്തിങ്ങനെ ഇരിക്കുക, പിന്നെ പറവില്ല. അപ്പൊ ഈ ഒരു ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഒരു പവർ കട്ടില് KCB നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ, എന്ത് തോന്നുന്നു? ഇല്ല, അതൊരു ഗ്യാസ് വില കുറ്റവും പറയാൻ പറ്റത്തില്ല. ചുമ്മാ അങ്ങനെ ഇപ്പൊ എല്ലാ വീടുകളിലും AC, വൈറ്റ് ബന്ധപ്പെട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഇപ്പോ KCBനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചൂട് എങ്ങനെയുണ്ട്? ചൂട് ഭയങ്കര കൂടുതൽ, ഇതുവരെ ഇല്ലാത്തൊരു ചൂടല്ലേ ഇപ്പോൾ ഉള്ളത്. ആർക്കും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. സാധനം വാങ്ങാൻ വരെ പുറത്തു പോകാൻ കഴിയുന്നില്ല. ഹ്യൂമിഡിറ്റിയും കൂടുതൽ, വേർക്കുന്നു, ഡ്രസ്സെല്ലാം മാറ്റേണ്ടി 2-3 പ്രാവശ്യം കുടിക്കേണ്ടി വരുന്നു. ഇതെല്ലാം തന്നെ മെയിൻ പ്രശ്നം. അതിനിടയിൽ ഇടക്കിടക്ക് വൈദ്യുതി മുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുണ്ടോ? അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടാവായിരിക്കും മുടങ്ങുന്നതിന്. അതുകൊണ്ട് അപ്പൊ ഈ ഒരു വൈദ്യുതി മുടങ്ങുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് KCBയെ കുറ്റപ്പെടുത്താൻ പറ്റുമോ, എന്ത് തോന്നുന്നു? അത് അവരെ വന്ന് വെച്ച് നോക്കുമ്പോൾ പിന്നെ പറ്റൂല. കാരണം എന്താ പറഞ്ഞാൽ അവർക്ക് അതിന്റെ പവറിന്റെ ഒരു കണക്കുണ്ടാവുമല്ലോ. അപ്പൊ അതിൽ കൂടുതൽ ഓവർ യൂസ് ചെയ്യുന്നുണ്ട്. സോളാർ ഉപയോഗിക്കുന്ന ആൾക്കാർ രാത്രി AC ഫുൾ ടൈം എടുത്തുകൊണ്ട് അങ്ങനെയും പവറിന്റെ ഷോർട്ടേജ് വരും. പറയാൻ പറ്റില്ല, ആരും ഒന്നും പറയും. കേരളത്തിൽ നല്ല ചൂടല്ലേ, എങ്ങനെയുണ്ട്? നല്ല ചൂടാണ്. നല്ല ഹ്യൂമിഡിറ്റി കൂടുതലാണ്. പുറത്തിറങ്ങാനൊക്കെ പറ്റുന്നുണ്ടോ? ഇറങ്ങാൻ പറ്റുന്നുണ്ട്, പക്ഷെങ്കിൽ അധികം നടക്കാനൊന്നും പറ്റില്ല. ഇപ്പം ഇടക്കിടക്ക് കറണ്ട് പോവല്ലേ? കറണ്ട് മെനഞ്ഞ 2 ദിവസം മുന്നേ പോയിരുന്നു. അപ്പൊ അതിലെങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ, എന്ത് തോന്നുന്നു? ബുദ്ധിമുട്ട് ഇപ്പം കോളേജൊന്നും ഇല്ല, സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കുറവാണ്. അപ്പോൾ ഈ ഇടയ്ക്കിടെ ഉണ്ടാവുന്ന ഈ ഒരു വൈദ്യുതി മുടങ്ങുന്നതിൽ നമുക്ക് KCBനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ, എന്ത് തോന്നുന്നു? KCB മഴയില്ലാത്തത് കൊണ്ട് കാരണമായിരിക്കും എന്ന് വിചാരിക്കുന്നു. കുറ്റം പറയാൻ പറ്റില്ല. കേരളത്തിലെ ചൂട് എങ്ങനെയുണ്ട്? ചൂട് നല്ല ചൂടല്ല, സാധാരണ ഉള്ളതിനെക്കാട്ടും കൂടുതലായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഇടക്കിടക്ക് കറണ്ട് പോകില്ലേ, അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എങ്ങനെയുണ്ട്? നല്ല ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടില്ലാണ്ട് ഇപ്പോഴല്ലോ. ഒന്നാമത് ചൂടാകുമ്പോൾ പിന്നെ കറണ്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ പവർ കട്ട് വരുന്നത് കൊണ്ട് KCB നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ, എന്ത് തോന്നുന്നു? KCBനെ കുറ്റം പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് പ്രവർത്തിക്കുന്ന ഇപ്പോൾ ഇവിടെ വെള്ളത്തിലാണ്. അപ്പോൾ വെള്ളം ഇല്ലാണ്ടാകുമ്പോൾ ചെറിയൊരു രീതിയിൽ നമുക്ക് നമ്മളേതായ സാഹചര്യത്തിൽ നമ്മൾ കുറ്റം പറയേണ്ടി വരും. പക്ഷെങ്കിൽ KCBൻ്റെതായ നോക്കുമ്പോൾ നമുക്ക് രണ്ടും ഇതിൽ കൊടുക്കാം, അത്രയേ ഉള്ളൂ. ചൂട് എങ്ങനെയുണ്ട്? നല്ല ചൂടുണ്ട്. പുറത്തിറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണോ? അപ്പൊ അതിനിടയിൽ ഇടക്കിടക്കൊക്കെ വൈദ്യുതി കട്ടാവാണ്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് എങ്ങനെ? അതും ബുദ്ധിമുട്ടുണ്ട്.
എന്താ ചോദിച്ചോ. അപ്പോ ഈ ഇടക്കിടക്ക് ഉണ്ടാവുന്ന ഈ ഒരു വൈദ്യുതി തടസ്സം, വൈദ്യുതി കട്ടാവുന്നത് KCB നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? എന്ത് തോന്നുന്നു? അങ്ങനെ കുറ്റം പറയാനാണ് കുറെ ആൾക്കാർ കുറ്റം പറയേണ്ടത്. അപ്പൊ എൻ്റെ സിസ്റ്റത്തിൽ തന്നെ പറയണ്ടേ. അപ്പൊ പിന്നെ നമ്മൾ ഒരാളെ മാത്രം ഇതിനങ്ങനെ പ്രത്യേകിച്ച് പറയണ്ട. ഓക്കെ, കളക്റ്റീവായ ഒരു പ്രശ്നമാണിത് മൊത്തത്തിൽ. പക്ഷേ ഇപ്പം നല്ല ചൂടല്ലേ? പമ്പം ചൂടാ, സഹിക്കാൻ പറ്റുന്നില്ല. അതാ ഇവിടെ വന്നിട്ടിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ കാറ്റില്ല, കടൽക്കരയാണ്, കാറ്റുമില്ല. ഇപ്പൊ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണല്ലേ? പമ്പം ബുദ്ധിമുട്ടാ, ഭയങ്കര ബുദ്ധിമുട്ട്. നിൽക്കാൻ പറ്റില്ല, വെള്ളം കുടിയാ. ഇപ്പൊ ഇടക്കിടക്ക് കറണ്ടും പോവല്ലേ? ഇന്നലെ കറണ്ട് പോയിട്ട് അയ്യോ, റോട്ട് മുന്നോട്ട് ഇറങ്ങി നടക്കുക. അത്ര ബുദ്ധിമുട്ടാണല്ലേ? പമ്പം ബുദ്ധിമുട്ടാ. അപ്പൊ ഈ ഒരു പവർ കട്ടിന്റെ, ഇടക്കിടക്ക് പോകുന്ന ഈ ഒരു പവർ കട്ടിന്റെ ഒരു സാഹചര്യത്തിൽ KCB കുറ്റം പറയാൻ പറ്റുമോ? എന്ത് തോന്നുന്നു? ഇല്ല, കുറ്റം പറയാനൊന്നുമില്ല. സാഹചര്യം അങ്ങനെയാണെന്നാ പറയുന്ന കേട്ടെ. ചൂട് അപാരം, സഹിക്കാൻ പറ്റുന്നില്ല. ചൂട് എങ്ങനെയുണ്ട്? ചൂട് കൂടുതലാണ്, നല്ല ബുദ്ധിമുട്ടാണല്ലേ? ഇപ്പം ഇടക്കിടക്ക് വൈദ്യുതി മുടങ്ങുന്നുണ്ടല്ലോ രാത്രിയാകുമ്പോ. രാത്രി മുടങ്ങുന്നുണ്ട്. അപ്പൊ അതിലെന്ത് തോന്നുന്നു? ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടിച്ചാല് ഒരു 10 മിനിറ്റ് പോകുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കര ചൂടായിട്ട് വൈദ്യുതി ഫുള്ള് പ്രശ്നം. അപ്പൊ ഈ ഒരു വൈദ്യുതി ഇടക്കിടക്ക് മുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് KCB പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റുമോ? എന്ത് തോന്നുന്നു? പറയാൻ പറ്റും. ചിലപ്പോൾ എന്തെങ്കിലും കാറ്റടിച്ചിട്ടോ എന്തെങ്കിലും വയറ് പൊട്ടിയിട്ടോ ഇതെല്ലാം ഉണ്ടാകും. പിടിച്ചാൽ പറയും 10 മിനിറ്റ് വരും, അരമണിക്കൂർ കൊണ്ട് വരും എന്ന് പറയും. അത് 1 മണിക്കൂറായി പോകും. അതിലിപ്പോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചൂട് എങ്ങനെയുണ്ട്? ജാസ്തിയായി പ്രാവശ്യം. നല്ല ചൂടാണല്ലേ? ഇപ്പം ഇടക്കിടക്ക് വൈദ്യുതി മുടങ്ങാണല്ലോ, അപ്പൊ അതിലെന്ത് തോന്നുന്നു? നല്ല ബുദ്ധിമുട്ടാണോ? ഇപ്പം നിവൃത്തിയില്ലല്ലോ, മഴ സമയമല്ലല്ലോ, അതുകൊണ്ട് വെള്ളത്തിന്റെ ക്ഷാമം മറ്റേ ഇതെല്ലാം കൊണ്ടുണ്ടാവും. അത് സാധാരണ ഈ ഇടക്കിടക്ക് ഉണ്ടാവുന്ന ഈ ഒരു വൈദ്യുതി മുടക്കത്തില് KCB കുറ്റം പറയാൻ പറ്റുമോ? എന്ത് തോന്നുന്നു? അങ്ങനെയൊന്നുമില്ല. അത് ഇപ്പം കുറെ ആയില്ലാത്ത ഇല്ലെങ്കിലേ ഉള്ള ആവശ്യമുള്ളൂ. KCB കുറ്റം പറയാൻ പറ്റില്ല എന്നാണോ പറയുന്നത്? അങ്ങനെ കുറ്റം പറഞ്ഞിട്ടുണ്ടപ്പോ. കേരളത്തിൽ നല്ല ചൂടല്ലേ? എന്ത് തോന്നുന്നു? നല്ല ചൂട്, പുറത്തിറങ്ങാനൊക്കെ പറ്റുന്നു. 3 മണിക്ക് ശേഷം അതിനിടയ്ക്ക് കറണ്ട് കട്ടും വരുന്നുണ്ട്. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടോ? അപ്പൊ ഈ ഒരു പവർ കട്ടിനെ കുറിച്ചിട്ട് KCB നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റുമോ? എന്ത് തോന്നുന്നു? പറയാൻ പറ്റില്ല. ഭരണമെല്ലാം മാറി വരുന്നത്, അപ്പൊ എല്ലാവരും ക്ഷമിച്ചിട്ടിങ്ങനെ. ചൂട് എങ്ങനെയുണ്ട്? ചൂട് ഭയങ്കരമായിട്ടുണ്ട്, നല്ല ബുദ്ധിമുട്ടാണല്ലേ? ഇപ്പൊ ഇടക്കിടക്ക് വൈദ്യുതി കട്ടാവുകയാണല്ലോ, അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ട്, നല്ല ബുദ്ധിമുട്ടാണല്ലേ? ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഒരു വൈദ്യുതി ഇടക്കിടക്ക് മുടങ്ങുന്നതിൽ നമുക്ക് KCB നമുക്ക് പൂർണ്ണമായി കുറ്റം പറയാൻ പറ്റുമോ? എന്ത് തോന്നുന്നു? KCB പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റൂല, അവർ മുകളിൽ നിന്ന് ഓർഡറാണ്. ഇപ്പൊ KCB കുറ്റം പറയാൻ പറ്റില്ല അല്ലേ? പറ്റില്ല. കേരളത്തിൽ ചൂട് എങ്ങനെയുണ്ട്? കേരളത്തിൽ ചൂട് ഇപ്പോൾ ഒരുവിധം നല്ല ചൂടാണ്, സഹിക്കാൻ പറ്റുന്ന ചൂടെന്ന് ചില ആളുകൾക്ക് തോന്നുന്നുണ്ട്, ചില ആളുകൾ സഹിക്കാൻ പറ്റാത്ത ചൂടെന്ന് പറയുന്നത്. പൊതുവെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്, ഇതുപോലെ കാറ്റ് കൊള്ളാൻ വായലോരങ്ങളുണ്ട്, നല്ല മരത്തിൻ്റെ തണലുകളുണ്ട്, അതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി കുറച്ചു നേരം വിശ്രമിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുവിധം ചൂടിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. അതിനിടയിൽ ഇടക്കിടയ്ക്ക് ഒരു വൈദ്യുതി മുടക്കം ഉണ്ടാവുന്നുണ്ട്, അപ്പൊ അത് എങ്ങനെയാണ്? ബുദ്ധിമുട്ടാവുന്നുണ്ടോ? അതൊരു ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുക എന്നതിന് അപ്പുറം അതിനെ മറികടക്കാനുള്ള വഴികൾ കണ്ടെത്തുക. ഒരുപാട് ആളുകൾ വീടിൻ്റെ മുകളിലുള്ള ടെറസിലും വീടിൻ്റെ എന്താ പറയുക, ഇപ്പോൾ പാമ്പിൻ്റെ ശല്യമൊക്കെ പറയുന്നുണ്ട്, എന്നാലും അങ്ങനെയുള്ള തുറസായ സ്ഥലങ്ങൾ കുറച്ചൊക്കെ ഉപയോഗിക്കുക. പിന്നെ ഒരുവിധ ആളുകൾക്കൊക്കെ ഇപ്പോൾ എയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇതുപോലത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഇടത്തരക്കാരായ ആളുകളാണ്. ഈ വൈദ്യുതി ഇടക്കിടക്ക് മുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് KCB കുറ്റം പറയാൻ പറ്റുമോ? എന്ത് തോന്നുന്നു? കുറ്റം പറയുക എന്ന് KCB അവർക്ക് അതിന്റെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് ചെയ്തത്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് കുറ്റപ്പെടുത്തുക എന്നതിന്റെ അപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. സംവിധാനങ്ങളെ കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം ഇല്ലല്ലോ. അവർ കാര്യങ്ങൾ ചെയ്തു. ഞാനൊരാൾ പ്രതിഷേധിച്ചത് കൊണ്ടോ അതിനെതിരെ വിമർശനം ഉന്നയിച്ചത് കൊണ്ടോ അതിന് മാറ്റം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ നമ്മുടെ സേഫ്റ്റിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് എന്താണോ ഉചിതോ, ഇപ്പോൾ ഒരുപാട് വീടിന്റെ മുകളിലൊക്കെ ഈ പറയുന്ന പോലെ ബാൽക്കണിയും കാര്യങ്ങളും, പക്ഷെ അതൊക്കെ ഉപയോഗിക്കാണ്ട് വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ നമുക്ക് വീടിന്റെ മുറ്റത്തൊക്കെ കുറച്ചു നേരം വിശ്രമിക്കാനുള്ള സമയം കണ്ടെത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ കുറ്റപ്പെടുത്തൽ മാത്രമേ ഉണ്ടാവും, അതിനപ്പുറം അതിനുള്ള മറികടക്കാനുള്ള വഴികളുണ്ട്.
ഇടയ്ക്കിടയ്ക്ക് വൈദ്യുതി മുടങ്ങാറുണ്ട്. അപ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ അത് കുറ്റം പറയാനാവില്ല. കാരണം ഒരുപാട് ഉപയോഗം കൂടി, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ബ്രേക്ക് ഡൗൺ ആവും. ഇപ്പോൾ KCB നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ കുറ്റം പറ്റില്ല. പറയാൻ പറ്റും. ഇത് തോന്നുന്നുണ്ടോ? നല്ല ചൂടാണ്, പുറത്തിറങ്ങാൻ പറ്റുന്ന ഷർട്ടിൽ നടക്കുന്ന ആഗ്രഹം. പക്ഷേ പ്രകൃതിയോട് കളിക്കാൻ ആർക്കും കഴിയില്ല. പ്രകൃതി തരുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. കൂടി രാത്രി സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു 10-20 മിനിറ്റിൻ്റെ കറണ്ട് പോകുന്നുണ്ട്. അത് ചില സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തേക്ക് കറണ്ട് പോകും. അത് ഒരു ടൈം നിശ്ചയിച്ചിട്ട് അവർ കൂട്ടിയില്ലെങ്കിൽ നമുക്ക് നല്ലത്. ഇവിടെ നമുക്ക് എല്ലാവരും നടക്കാം. പാലക്കാട് അത്ര പോലെ നടക്കാൻ പറ്റും. 43ഓളം ഡിഗ്രി വൈദ്യുതി മുടങ്ങുന്നത് രാത്രി സമയത്ത് ആയി. KCB ഇനി എന്ത് കൊണ്ടുപോകാൻ ചെയ്യുന്നതെന്നറിയില്ല. ഇനി മറിച്ച് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരെ വെള്ളക്ഷാമം കൊണ്ടുവന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ 10 മിനിറ്റ് മറ്റു സ്ഥലത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പൈസ ലാഭിക്കാം. പക്ഷെ അത് ഒന്നുമല്ല സമയത്തേക്ക് ഒരു 8:45-9 മണി സമയം തന്നെ പറയാൻ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം. അതാണ് ഒരു മെയിൻ പ്രശ്നം. നല്ല ചൂടല്ലേ? എന്ത് തോന്നുന്നു? നല്ല ചൂടാ. ഒരു 10 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റൂല. ഒരു 4:30 മണി വരെ നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂട്. വണ്ടി ഓട്ടിട്ടൊന്നും റോട്ടുമ്പോൾ പോകാൻ പറ്റത്തില്ല കേട്ടോ. അതിനിടയിൽ നല്ല പവർ കട്ടും വരികയാണല്ലോ. പവർ കട്ട് രാത്രി ഒരു 8:30 മണിക്ക്, ഒരു 10:30ക്ക്, ഒരു 12:30ക്ക് ഇങ്ങനെയെല്ലാം കട്ടും പോകുന്നുണ്ട്. അപ്പോൾ കടന്നുറങ്ങാനെല്ലാം കുറേ ബുദ്ധിമുട്ടാണ്. രാത്രി ചെറിയ കുട്ടികളിലുണ്ടായാലും വളരെ പ്രയാസമാണ്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കൂടെ കട്ട് പോകുന്നു. അപ്പോൾ ഓരോ വിളിച്ചു ചോദിക്കുന്നേരം പറഞ്ഞ്, KSBന്റെ ആളെ വിളിച്ചു ചോദിക്കുന്നേരം പറഞ്ഞ് അത് ഓവർലോഡ് ആകുന്നോണ്ടാന്നാ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ KCB നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? എന്ത് തോന്നുന്നു? കുറ്റം പറയണം. ഒരു പ്രാവശ്യം കട്ടുപോയാലും ഓക്കെ എന്ന്. 2-3 പ്രാവശ്യം കട്ട് പോകുന്നേരം കുറ്റം പറയണം അല്ലേ? ഒരു തവണ കട്ട് ചെയ്യുക ഓക്കെ, കൂടെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഒരു തവണ കട്ട് ചെയ്തതിന് ഓരോന്ന് ഓവർലോഡ് ആയിട്ടാണ്. അപ്പോൾ 2-3 തവണ കട്ട് ചെയ്യുന്നേരം തന്നെ ഓരോ ആലാസ്ഥിതിക്കലാണ്. പിന്നെ തന്നെ റോട്ടുമെല്ലാം ആൾ കുറവാണ്. ഒരു വൈകുന്നേരം ഒരു 4-5 മണി ആയിരുന്നല്ല ജനങ്ങളെല്ലാം പുറത്തിറങ്ങുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളാണ്. ആർക്കും പണിയും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ.